ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ എൻ്റെ 5 AM മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ജോലിയൊക്കെ അങ്ങ് തീർക്കാം. രാവിലെ മുതൽ നമ്മളെല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും പോകാനുള്ള സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ജോലികളെല്ലാം ചെയ്യാനിരുന്നാൽ വൈകുന്നേരമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഒരു രൂപവും കാണത്തില്ല. നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നോക്കുന്നവർക്ക് ഒന്നും കാണാനും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനലങ്ങ് തുറന്നിടാം. അപ്പം നല്ല ഫ്രഷ് എയറൊക്കെ കയറുമ്പോൾ നമുക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, ഉറക്കമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഒരു രൂപം ഉണ്ടാവണം എന്തായാലും മനസ്സിൽ. എന്നിട്ട് അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അവസാനം ചെയ്യേണ്ടത് എന്താണെന്ന് ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം വേഗം ചെയ്യാനും പറ്റും. നമ്മളിൽ തന്നെ പല രീതിയിലുള്ള വീട്ടമ്മമാരുണ്ട്. ചെറിയ മക്കളുള്ളവരുണ്ട്, കുറച്ച് വലിയ കുട്ടികളുള്ളവരുണ്ട്. അപ്പം പലർക്കും പല രീതിയിലാണ്, പല സാഹചര്യങ്ങളാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം. അതായത് നമ്മൾ വേറൊരാളെ കണ്ടിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമുക്ക് നമ്മുടേതായ ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ വെള്ളം കുടിക്കാൻ തിളപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലേദിവസത്തെ വെള്ളം ജഗ്ഗിലേക്ക് മാറ്റി ഒഴിക്കും. തണുത്ത വെള്ളം രാവിലെ എല്ലാവർക്കും കുടിക്കാൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ആ വെള്ളം മാറ്റി ഒഴിച്ചിട്ട് പുതിയ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കറി ആദ്യം വെക്കാം. വെക്കാനുള്ള പ്രയാസമല്ല, വെക്കാൻ ഏറ്റവും എളുപ്പവും എന്നാൽ വേവാൻ ഏറ്റവും താമസവും ഉള്ളതാണല്ലോ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ. കുറേ സമയം സിമ്മിലിട്ട് വെച്ചിട്ട് വേണമല്ലോ അതൊക്കെ വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യം ആ കറികളൊക്കെ അടുപ്പിലാക്കിയാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. ആ സമയത്ത് നമുക്ക് അടുത്ത കറി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊക്കെ തലേദിവസം വേണമെങ്കിൽ അരിഞ്ഞു വെക്കാം, തോരനുള്ളതും മെഴുക്ക് പുരട്ടിക്കുള്ളതും ഒക്കെ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി അരിച്ച് കുക്കറിലാക്കി അടുത്ത അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാനൊക്കെ ഗ്യാസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തിളയ്ക്കുന്ന സമയം നമ്മൾ ഗ്രീൻ പീസൊക്കെ കഴുകി സെറ്റാക്കി വെക്കുവാണെങ്കിൽ അതങ്ങ് മാറ്റുന്ന പുറകെ തന്നെ ഗ്രീൻ പീസ് അങ്ങ് വെക്കാം. അപ്പോൾ ഇവിടെ ഇൻഡക്ഷനിലാണ് വെള്ളം തിളപ്പിക്കുന്നതും ചായ കാപ്പിയൊക്കെ ഇടുന്നതും ഒക്കെ. അപ്പോൾ ഗ്യാസിൽ ഇതുപോലെ തോരനും കറികളും ഒക്കെയാണ് വെക്കാറ്. അപ്പോൾ വേഗം തന്നെ ഗ്രീൻ പീസ് വയ്ക്കാനായിട്ട് അതിൽ പച്ചമുളകും തക്കാളിപ്പഴവും സവാളയും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് നേരിട്ടങ്ങ് വെക്കുകയാണ്. ഇന്ന് എണ്ണയിലൊന്നും വഴറ്റുന്നില്ല, പെട്ടെന്നൊരു കറിയാണ് വെക്കുന്നത്. ഇവിടെ പിന്നെ മക്കൾക്ക് വെജിറ്റേറിയൻ ആണ് കൊടുത്തു വിടേണ്ടത്. അതുകൊണ്ട് രാവിലെ അങ്ങനത്തെ കറികളാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. പിന്നെ മീനോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തലേദിവസം അതെല്ലാം വൃത്തിയാക്കി പുരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, മുളകൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാമല്ലോ. ഇവിടെ സ്കൂളിലേക്ക് അത് പറ്റില്ലാത്തത് കൊണ്ട് എല്ലാവരും വെജ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ഞാൻ അവലിട്ടിട്ടാണ് കേട്ടോ അരച്ചത്. ഇതിനകത്ത് തേങ്ങ അരച്ചിട്ടില്ലായിരുന്നു, പക്ഷെ നല്ല രസമായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ രാവിലെയാണ് ഇതിൽ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതും ആദ്യം തന്നെ അങ്ങ് ചെയ്തു വയ്ക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, ഇന്ന് 2 കറി എന്തായാലും അടുപ്പിലായിട്ടുണ്ടല്ലോ, വെള്ളം തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ചോറും കൂടെ തിളപ്പിക്കാൻ വെക്കാറ്. പിന്നെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ഇതെല്ലാം ആണ്. അപ്പോൾ ഇന്നത്തെ എന്തെല്ലാം കറികളാണോ അതിനെന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം നമുക്ക് റെഡിയാക്കി അങ്ങ് വെക്കാം. എന്തായാലും ഇത് അടുപ്പിലിരിക്കുന്നതെല്ലാം വേവാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സമാധാനമായിട്ടെല്ലാം ഒന്ന് ചെയ്യണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റേ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും കൂടെ ഒരുപോലെ അല്ലെ മക്കളെല്ലാം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയുന്നുണ്ട്. ആ സമയത്ത് ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടാണ് ഇന്ന് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പം കുറച്ച് ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് തന്നെ ചോറ് വയ്ക്കുകയാണ്. ഇന്നലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറാണ്, അതൊന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് വാർക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഒരു 3 വിസിലൊക്കെ കേൾക്കണമല്ലോ. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ തേങ്ങ ചിരണ്ടി ഞാൻ ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കറിക്കും തേങ്ങ ഇന്ന് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചതച്ച് വയ്ക്കാം. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് വെക്കാനുള്ള കാര്യം റെഡിയാക്കി വെക്കണം. അപ്പോൾ സോയ ചങ്ക്സ് ആണ് വേറൊരു കറി വെക്കുന്നത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഉപ്പിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇത് അടുപ്പിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്ത കറി വെക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കണം. അപ്പോൾ മോര് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് മോര് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ
വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം അരച്ചെടുക്കണം. അപ്പം വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ പൊളിച്ച് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ അരച്ചെടുക്കാം. തൈരും കൂടെ അടിച്ചെടുക്കണം. നമ്മളെപ്പോഴും രാവിലെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് സമയം പോകുന്നത് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ എളുപ്പമായിരിക്കും. രാവിലെ കുക്കിങ്ങിലാണോ ക്ലീനിങ്ങിലാണോ? കുക്കിംഗ് എപ്പോഴും നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യാൻ നിൽക്കാതെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും കൂടെ സമയം കിട്ടും. അത്രയും കുറച്ച് പാത്രങ്ങളെ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റിയിട്ട് ആ പാത്രം കഴുകി അടുത്തൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ മോരിന് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. ആ സമയത്ത് ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ട് വാർത്തിടാം. ഇനിയിപ്പോൾ ഞാൻ ആ സോയാബീൻ ആദ്യം നന്നായിട്ട് കഴുകിയിട്ടില്ലായിരുന്നു. കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറെ കറി വയ്ക്കാൻ പോയത്. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്തിന് സോയാബീൻ ഒന്ന് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മോര് കറി ഉണ്ടാക്കാം കേട്ടോ. ഈ സമയം വരെ ഇവിടെ ചെറിയ മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അമ്മ എഴുന്നേറ്റിട്ടില്ല. ഹസ്ബൻഡ് രാവിലെ ജിമ്മിലേക്ക് പോയിട്ടുണ്ട്. മൂത്ത ആൾ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. പിന്നെ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മോരും കൂടി ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി മാറ്റാം. ചില കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല എളുപ്പമായിരിക്കും കേട്ടോ. മോര് കറിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുത്തു വിടാൻ പറ്റുന്ന കറികളാണ്. രസം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്തു വിടാം. പക്ഷേ അതിന് തലേദിവസം വൈകിട്ട് നമുക്ക് സമയം കിട്ടണം. എനിക്ക് ഇവിടെ മോളാണെങ്കിൽ ഞാൻ പോയി കിടന്നാൽ മാത്രമേ എൻ്റെ കൂടെ മാത്രമേ വന്ന് ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലെ പരിപാടിയെല്ലാം തീർത്തിട്ട് അടുക്കള നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് വേണമല്ലോ കിടക്കാൻ. അങ്ങനെയാണെങ്കിലല്ലേ രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അടുക്കള വൃത്തിയാക്കിയിട്ടേ പോയി കിടക്കാൻ നോക്കാറുള്ളൂ. അപ്പോൾ അതുവരെയും എൻ്റെ കൂടെ തന്നെ നിൽക്കും. അടുക്കളയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അരി അരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ എൻ്റെ കൈയുടെ കീഴിൽ തന്നെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഞാൻ പോയി കിടക്കുന്ന സമയത്താണ് മോള് വന്ന് കിടക്കുന്നത്. പിന്നെ കിടന്നാൽ തന്നെ പെട്ടെന്ന് ഉറങ്ങുമൊന്നുമില്ല. പിന്നെ കഥയൊക്കെ പറയണം, പാട്ട് പാടണം, അങ്ങനെ കുറേ സംസാരവും പാട്ടും കഥയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് രാവിലെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. തേങ്ങയും നട്ട്സും കൂടിയാണ് കേട്ടോ അരച്ച് ചേർത്തത്. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. സോയാബീൻ നന്നായിട്ട് കഴുകാനുണ്ടായിരുന്നു, അതും കൂടെ കഴുകി വയ്ക്കാം. ഇത് ലാസ്റ്റ് ഒരിത്തിരി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ തോരൻ വെച്ച അതേ ചട്ടി തന്നെയാണ് ഞാൻ കഴുകി എടുത്തിരിക്കുന്നത് സോയാബീൻ വെക്കാൻ വേണ്ടി. എളുപ്പത്തിലൊരു ഫ്രൈ അങ്ങ് ഉണ്ടാക്കാം. കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിക്കാം. പിന്നെ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. പിന്നെ സോയാബീൻ ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ തക്കാളിപ്പഴവും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. വേറെ വെള്ളം ഒന്നും ഒഴിക്കാതെ ആ സോയാബീനിലെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതേ കറികളെല്ലാം ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പവും കൂടെ ഉണ്ടാക്കിയാൽ മതി. മോൻ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ ഇന്ന് മലയാളം എക്സാമാണ്. മോനാണെങ്കിൽ തലേദിവസം നേരത്തെ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അതുകൊണ്ടാണ് എഴുന്നേറ്റ് വന്ന് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇനി മോളെ പോയി വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അതിന് മുന്നേ കുറച്ച് എല്ലാ ജോലികളും ഒന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇനി പിള്ളേരുടെ കാര്യം നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് വേഗം രാവിലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞത്. പിന്നെ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി പോകുന്നതുകൊണ്ട് അധികം പാത്രങ്ങളും ഇല്ല കേട്ടോ. പിന്നെ അതാ മോള് ഈ സമയത്ത് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അവൾക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല നിർബന്ധമായിരുന്നു കേട്ടോ. പാലൊക്കെ വേണമെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. ഞാൻ ആദ്യം ഇട്ട വ്ളോഗിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. രാവിലെ പാലൊന്നും കൊടുക്കാറില്ല, വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത്. ആ സമയത്തൊക്കെയാണ് എനിക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലായത് കേട്ടോ. കാരണം മോളെയൊക്കെ എഴുന്നേൽപ്പിച്ചൊന്ന് റെഡിയാക്കി വരുമ്പം കുറേ സമയം പോകുമായിരുന്നു. ഞാൻ ചെന്ന് എടുക്കാതെ അവൾ വരികയില്ലായിരുന്നു. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് മോളുടെ അടുത്ത് പോയി നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം കിച്ചണിൽ അതുപോലെ പണിയായിരിക്കും. നമ്മൾ കടുക് വറുക്കാനൊക്കെ ചിലപ്പോൾ അടുപ്പിൽ വെക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ പണി താമസിക്കും. പക്ഷേ സമയം പോകുമെന്നുള്ള ടെൻഷൻ കൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് മക്കളെ പോയി സമാധാനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സമാധാനിപ്പിക്കാതിരിക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരേണ്ടത് അരമണിക്കൂറായാലും ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. കരച്ചിൽ തന്നെയായിരിക്കും. പിന്നെ അങ്ങനെ കരഞ്ഞ് വിളിച്ചിട്ടായിരിക്കും സ്കൂളിൽ വിടേണ്ടി വരിക. അപ്പോൾ മോൻ തലേദിവസം നേരത്തെ ഉറങ്ങിയതുകൊണ്ട് രാവിലെ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അവൻ കഴിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മൂത്ത മോന് പോവാറായി കേട്ടോ. അപ്പോൾ അമ്മ ചോറൊക്കെ അങ്ങോട്ട് വിളമ്പിയായിരുന്നു. വെള്ളം ഒഴിച്ചു വെച്ചു. പിന്നെ ഞാൻ കറിയെല്ലാം വേഗം ഒഴിച്ചു കൊടുത്തിട്ട് മോര് കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണൊന്ന് വൃത്തിയാക്കിയിടാം. ബാക്കി പാത്രങ്ങളുള്ളതും ഒക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ പാലിന് പോകാൻ വേണ്ടിയുള്ള പാത്രമൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണേ.
ഇപ്പം എല്ലാവരും റെഡി ആവുന്നു എന്ന് വിചാരിച്ചിട്ട് പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ. ഇനി എല്ലാവരും കഴിക്കാനൊക്കെ ഉണ്ട്, ചായ ഇടാനുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എല്ലാവർക്കും കൂടെ ചോറ് വിളമ്പി വെക്കുകയാണ്. മിക്കവാറും ഉച്ചയ്ക്ക് ഇവർക്ക് ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. കാരണം കൂടുതൽ സ്നാക്സ് കൊണ്ട് ചെല്ലാൻ സ്കൂളിൽ അങ്ങനെ സമ്മതിക്കത്തില്ല. പിന്നെ ചെറിയ പിള്ളേർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ എന്തായാലും പിള്ളേർ പറയുമല്ലോ എനിക്കത് വേണം ഇത് വേണമെന്ന്. അപ്പോൾ ഇന്ന് മോള് പറഞ്ഞിരുന്നു കേട്ടോ അവൾക്ക് അപ്പം മതിയെന്ന്. അതുകൊണ്ട് പിന്നെ മോന് മാത്രം വിളമ്പിയാൽ മതി. അവന് സോയാബീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കറി വെച്ചപ്പോൾ തന്നെ സോയാബീൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം തോരനും സോയാബീനും ഒക്കെ വിളമ്പുന്നുണ്ട്. പിന്നെ ആ കൂടെ തന്നെ ഹസ്ബൻഡിനുള്ള ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ മക്കൾക്കുള്ളതെല്ലാം എടുത്ത് വെച്ച് അവരെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചോറ് വിളമ്പാറ്. ഇന്നെല്ലാവർക്കും ഉള്ളത് നേരത്തെ തന്നെ എടുത്ത് വെക്കുകയാണ്. പിന്നെ മോൾക്കുള്ള അപ്പവും കൂടെ എടുക്കുന്നുണ്ട്. അവൾക്കും പക്ഷെ ഞാൻ തോരനും സോയാബീനും ഒക്കെ വെക്കും കേട്ടോ. എന്തെങ്കിലും സ്നാക്ക് ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തു വിടുന്നതെങ്കിലും ആ കൂടെ കറി ഉണ്ടാക്കുന്നതും കൂടെ വെച്ച് കൊടുക്കാറുണ്ട്. അവർ കുറച്ചാണെങ്കിലും കഴിച്ചോളുമല്ലോ. പിന്നെ ആ പുറകെ തന്നെ ബാക്കിയുള്ളത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ കൂടെ തന്നെ പാത്രങ്ങളിൽ നിന്ന് സ്പൂണൊക്കെ എടുത്ത് മാറ്റി വെക്കാനുള്ളതെല്ലാം സൈഡിലേക്ക് ഒതുക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴുകി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. നേരത്തെ തൊട്ടേ എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ സമയമാണ്. കുക്കിംഗ് എങ്ങനെയെങ്കിലും നടക്കും, കാരണം എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പം നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യും. നമ്മൾ അമ്മമാരാണ്, അമ്മമാർക്കാണപ്പോൾ അതിൻ്റെ ഒരു വേവലാതി വരുന്നത്. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളങ്ങ് ചെയ്തു പോകും. പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കൂടിക്കിടക്കുന്ന പാത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ള എനർജി അങ്ങ് താഴോട്ട് പോകും. അപ്പോൾ പരമാവധി നമ്മൾ ഒതുക്കി ഒതുക്കി ചെയ്യണം. എപ്പോഴാണെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പം കുറച്ച് നേരത്തെ ചെയ്താൽ അത്രയും പണി നമുക്ക് തന്നെയാണല്ലോ കുറവ് എന്നാലോചിച്ചാൽ പെട്ടെന്ന് അങ്ങ് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ സമയം 8 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. മോൻ അതാ പോകാൻ ഇറങ്ങുന്നുണ്ട്. എപ്പോഴും മൂത്തയാൾ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ഇളയ ആൾക്കാരെ കൂടെ കുളിപ്പിച്ച് റെഡിയാക്കുന്ന ടൈമായിരിക്കും. 8:15 ആകും. അപ്പോൾ ഇന്ന് ഞാൻ അവരെ കുളിപ്പിച്ചിട്ടില്ല, കാരണം മോൻ ഇച്ചിരി നേരത്തെയാണ് കേട്ടോ ഇറങ്ങുന്നത്. 8 മണി ആയിട്ടേ ഉള്ളൂ. 8 to 9 എപ്പോഴും ഇവരെ റെഡിയാക്കുന്ന ഒരു ടൈം. അപ്പോൾ ഈ റെഡിയാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ലഞ്ച് എടുക്കുന്നതും എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ആ സമയമായപ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ചില ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു ഇത്തിരി മാറ്റം വന്നാലും മിക്ക ദിവസങ്ങളിലും ഒരുപോലെ തന്നെ ചെയ്യാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ആ ടൈം ഒന്ന് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മോളിത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബാഗിലേക്ക് എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ റബ്ബർ മോൾ അതിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് കാണാറില്ല. ഞാൻ ചോദിച്ചപ്പോഴാണ് ബാഗിൻ്റെ സൈഡിലുണ്ടെന്ന് പറയുന്നത്. പിന്നെ അത് സ്നാക്സ് ആയിട്ട് 2 പഴമാണ് വെക്കുന്നത്. അതും ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ പഴം വെച്ചത്. കാണിച്ചു കൊടുത്തപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവരുടെ റെഡിയാകൽ ടൈമാണ് കേട്ടോ. കുറേ സമയത്തേക്ക് ഞാനിവിടെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോഴാണ് ഞാൻ ഇരുന്ന് റെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് അമ്മയാണ് കേട്ടോ ചായ ഇട്ട് വെച്ചിരിക്കുന്നത്. അമ്മ ചായ ഇട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിച്ചു. ഹസ്ബൻഡ് ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ പോകുന്ന പുറകെ തന്നെ പോകും. പിന്നെ ചായയൊക്കെ തണുക്കുന്നതിന് മുമ്പ് ഞാനും കൂടി അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കൾ പോകാനാകുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ടിരിക്കാം. അപ്പോൾ ഇനി ബാക്കി ക്ലീനിങ് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഗുളികയെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടാണ് പിന്നെ ബാക്കി ജോലിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്